بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ അൽഖോബാർ സലീം സാഹിബ് വാഴക്കാട്, അതുപോലെ വേദിയിരിക്കുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവഘടകം ISMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സക്കരിയ സലാഹി, അതുപോലെ നമ്മുടെ സഹപ്രവർത്തകർ, മറ്റു നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ ഇൻഷാ അല്ലാഹ് ആത്മസംസ്കരണം എന്ന വിഷയവുമായി നമ്മുടെ മുമ്പിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി PK സക്കരിയ സലാഹി ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സശ്രദ്ധം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് പകർത്തി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ള ഒരു വേദി നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സലീം സാഹിബിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മളോട് പ്രഭാഷണം നടത്തുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുജാഹിദ് വിഭാഗത്തിൻ്റെ യുവജന ഘടകമായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ തന്നെ തല മുതിർന്ന ഒരു മത സ്ഥാപനമായ എടവണ്ണയിലെ ജാമിയ നദവിയയിലെ അധ്യാപകനുമായ സക്കരിയ സലാഹിയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് നമ്മൾ നൽകിയ ആ വിഷയം ഇവിടെ അവതരിപ്പിക്കും. അതിന് കൂടെ തന്നെ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഇന്നലെയാണ് നമ്മുടെ ദമാമിലെത്തിയത്. 2 ആഴ്ചയോളം സൗദി അറേബ്യയിലെ എല്ലാ ഇസ്ലാഹി സെൻറ്ററുകളിലും അദ്ദേഹം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിഷയ അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സഹോദരൻ സക്കരിയ സലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى
صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس بما كسبت وهم لا يظلمون. സ്നേഹധന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ അൽഖോബാർ അൽഖോബാർ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ സലീം സാഹിബ്, പ്രിയപ്പെട്ട സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, സൃഷ്ടാവായ റബ്ബിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൗദി അറേബ്യയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലുള്ള ഇസ്ലാഹി ആദർശത്തെ സ്വീകരിച്ച സഹോദരങ്ങളെ നേരിട്ട് കാണാൻ പലപ്പോഴായി ആഗ്രഹിച്ചിരുന്നു. അതിനുള്ളൊരവസരമാണ് സൃഷ്ടാവായ റബ്ബ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തി നമ്മുടെ സുഹൃത്തുക്കളിൽ പലരെയും കണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ പല സഹോദരങ്ങളെയും കാണാനിരിക്കുകയാണ്. സൃഷ്ടാവായ റബ്ബ് തൗഹീദിൻ്റെ മാർഗത്തിലുള്ള ഈ ഒരു സംഗമം, ഒരുമിച്ച് കൂടൽ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആത്മസംസ്കരണം എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പരസ്പരം ഓർമ്മപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ സമ്പത്തും ശരീരവും നമ്മുടെ അധികാരവും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയെ സംബന്ധിച്ചുള്ള ബോധ്യവും ബോധവും ഉള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും അവിടെ വിജയിക്കുവാൻ ആരാണ് അവിടെ വിജയിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന, യൗമല യംഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപയോഗപ്പെടാത്ത ദിവസത്തിൽ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയവരൊഴികെ എന്ന് ഖുർആൻ സൂറത്തു ഷൂറയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സുരക്ഷിതമായ ഹൃദയം ഷിർക്കിൽ നിന്നും ഇസ്ലാം വിലക്കിയ മറ്റുള്ള തിന്മകളിൽ നിന്നും മോചിപ്പിച്ചവനാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഹൃദയത്തെ സംസ്കരിച്ചവൻ വിജയിച്ചു, അല്ലാത്തവൻ നഷ്ടത്തിലായി എന്ന ഖുർആനിൻ്റെ ആയത്ത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത, എങ്ങനെയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത്, അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലേതാനും കാര്യങ്ങൾ മാത്രം, 8 പോയിൻ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഒരു കവിതയിലൂടെ, ആ കവിതയുടെ ആശയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൻ്റെ വാചകങ്ങളും നൽകി വിശദീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ്റെ സംസ്കരണം സാധ്യമാവുക? ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടും നിയമവ്യവസ്ഥിതികൾ കൊണ്ടും നിയമപാലകരെ കൊണ്ടും
സംസ്കരണവും മാനസികമായ നന്മയിലേക്കുള്ള വളർച്ചയും സാധ്യമാവുമോ? നോക്കൂ നിങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ജോലികൾ ചെയ്യുന്നവരുണ്ട്. സാമ്പത്തികമായി പല രൂപത്തിലുള്ള സമ്പത്ത് ശേഖരിക്കുന്നതിന് വേണ്ടി പലതും ചെയ്യുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം കാണിച്ചു തന്ന വഴിയും മാർഗവും നമ്മൾ അതിൽ പാലിക്കാറുണ്ടോ എന്ന് മറ്റൊരാൾ അറിയാതെ എനിക്കും നിങ്ങൾക്കും നമ്മളെ അറിയാം. നാം നമ്മെ മാത്രമാണ് എൻ്റെ സംസാരത്തിനിടയിൽ നിങ്ങൾ സ്വീകരിക്കണം. നമ്മൾ ഓരോരുത്തരും മറ്റൊരാളിലേക്ക് തിരിയാതെ തന്നിലേക്ക് മാത്രം തിരിഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാത്മവിചാരണക്കായി സ്വീകരിക്കണം. നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്? അത് ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ തന്നെയാണോ? എന്നാൽ ആളുകൾ കാണുന്നിടത്ത് നമ്മുടെ ഒരു മുഖമാണോ? അത് അറിയാത്തിടത്ത് മറ്റൊരു മുഖമാണോ? നമ്മുടെ ആരാധനാ രംഗം, നമസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ സഹോദരങ്ങൾ കാണുന്നിടത്ത് എങ്ങനെയാണ്? നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പെരുമാറ്റ രീതികൾ, നമ്മുടെ സ്വകാര്യതകൾ എങ്ങനെയാണ്? തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ടോ? ഒറ്റക്ക് ഞാൻ സ്വീകരിക്കുന്ന ഒറ്റക്ക് ഞാൻ ഉള്ള സമയത്ത്, ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആളുകൾ കൂടുന്നിടത്ത് മറ്റൊരു രൂപത്തിലുമാണോ? വ്യത്യാസമുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനർത്ഥം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച സംസ്കരണം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ്. പല രൂപത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ ഉള്ളവരുണ്ട്. പലപ്പോഴും പണ്ട് കാലം, ഈ അടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു ഫോട്ടോ ഈ ഉള്ളവനെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യം, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ, ബോർഡിൽ ടീച്ചർ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ ടീച്ചറുടെ ക്ലാസ്സിലിരിക്കുന്ന സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ, ആ കുട്ടി അവരുടെ യൂണിഫോം ഫുൾ കൈ അഥവാ ഷർട്ട് ഫുൾ ഉള്ള രൂപത്തിലുള്ളതാണ്. അത് അവൻ്റെ ഭൂരിപക്ഷം കുട്ടികളും മേശയുടെ മുകളിൽ തങ്ങളുടെ നോട്ട് ബുക്ക് വെച്ച് പേന ഉപയോഗിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കുട്ടിയും അവൻ്റെ രണ്ട് കൈകളിൽ ഒരു കൈ, എഴുതുന്ന കൈ വലതു കൈ പേന ഉപയോഗിച്ച് ഡെസ്കിൻ്റെ മുകളിലാണുള്ളത്. കണ്ടാൽ തോന്നുക അങ്ങനെയാണ്. അതിന് ചെറിയ ഒരു രൂപത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവൻ ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ രണ്ട് കൈകളുള്ളത് താഴെ അവനിരിക്കുന്ന അവൻ്റെ മടിയുടെ മുകളിലുള്ള അവൻ്റെ മൊബൈൽ ഫോണിൽ ഇരു കൈകൾ കൊണ്ടും എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയോ അതോ എന്തോ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ ഇട്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഏറ്റവും വലിയ വിരുദ്ധൻ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച അതല്ല. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറെ പറ്റിക്കുന്നവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിരുദ്ധൻ എന്ന തലവാചകത്തിൽ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത, ആ ഫോട്ടോയാക്കിയ, ആ ഫോട്ടോ എടുത്ത മറ്റൊരു വിരുദ്ധനും ആ ക്ലാസ്സിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വിരുദ്ധൻ കൂടിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനുഭവം ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഒരു ടീച്ചർക്ക് ഒരു കുട്ടി സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇല്ല എങ്കിൽ അവൻ ഇന്നോടത്ത് പോയതാവാം, ചിലപ്പോൾ സിനിമകൾക്ക് പോയതാവാം, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് ഇന്നോടത്ത് ഇരിക്കുന്നതാവാം. അങ്ങനെ അത് അന്വേഷിച്ച് പിടിച്ചാൽ മാത്രം മതി. എന്നാൽ ഇന്ന് ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് ആ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധ പോലും അവിടെ ഉണ്ടെങ്കിൽ, അവൻ്റെ ഭൗതികമായ ശരീരമുണ്ടെങ്കിലും അവൻ്റെ ആത്മാവ്, അവൻ്റെ മനസ്സിനെ അവിടേക്ക് എത്തിക്കുവാനുള്ള കഴിവില്ലാതെ, അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു ലോകത്താണ് ഞാനും നിങ്ങളുള്ളത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജീവനക്കാരെന്ന നിലക്ക് ഹോസ്റ്റലുകളുടെ ചുമതലകൾ നിർവഹിച്ചിരുന്ന ഒരാൾ എന്ന നിലക്ക് ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റലിലെ വായനാ സമയത്ത് ചാടിപ്പോകുന്നതും അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതായിരുന്നു നമ്മളെ ഒരു കാലത്ത് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ഹോസ്റ്റലിൽ എന്ന് മാത്രമല്ല, തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ മനസ്സിവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്തൊരു ലോകത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കരണമുണ്ടോ? ഏത് ലോകത്താണെങ്കിലും അവൻ ഒറ്റക്കാവുമ്പോൾ അവനും അധ്യാപകരുള്ള സമയത്താണെങ്കിലും കൂട്ടുകാർക്കൊപ്പമാണെങ്കിലും വീട്ടുകാർക്കൊപ്പമാണെങ്കിലും എല്ലാം
അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു നിയമവ്യവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ സാന്നിധ്യം അവന് ഉറപ്പുവരുത്താൻ കഴിയുന്ന അത് രണ്ട് വ്യത്യാസം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ രണ്ട് മുഖമുള്ളവർ, ഇരുമുഖമുള്ളവരെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട് എന്നാണ്. ഇരുമുഖമുള്ള ആളുകളെ, രണ്ട് രൂപത്തിലുള്ള സംസ്കാരങ്ങളും സ്വഭാവങ്ങളും പ്രകടമാക്കുന്നവർ. ഞാനും നിങ്ങളും നമ്മളെ മാത്രം ആലോചിക്കുക. ഇപ്പോൾ ഈ ഇരിക്കുന്ന സലീം സാഹിബിന് നിങ്ങളുടെ മുമ്പിൽ ഒരു മുഖമുണ്ട്. സലീം സാഹിബിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിലും കുടുംബത്തിന് മുമ്പിലും ഒരു മുഖമുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒക്കെ അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അറിയുന്ന നമ്മളുണ്ട്. അഥവാ എനിക്ക് എന്നെ മാത്രം അറിയുന്നൊരു ലോകമുണ്ട്. അത് രണ്ടാമതായി ഒരാൾ അറിയുമെങ്കിൽ അള്ളാഹു മാത്രമാണ്. ഞാൻ കാണുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് അത് അള്ളാഹുവിന് മാത്രം. എൻ്റെ സ്വകാര്യത, എൻ്റെ മനസ്സ് സംസ്കരിക്കപ്പെട്ടതാണോ എന്ന് എനിക്കാണ് എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുക. നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് അറിയുക. അവിടെ വിജയിക്കാനാണ് കഴിയേണ്ടത്. അവിടെ വിജയിച്ചവനാണ്, അവിടെ സംസ്കരിച്ചവനാണ് വിജയിച്ചവനെന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയാണ്. മന്നറാദ അനീസൻ ഫദിക്റുല്ലാഹി യക്ഫീ. മന്നറാദ അനീസ, ആരെങ്കിലും ഒരു മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യ വ്യക്തിത്വത്തെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഫദിക്റുല്ലാഹി യക്ഫീ, അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തവനെ മാത്രം മതി എന്നുള്ള ഒരാളെ മനുഷ്യനെ, ഏതൊരു മനുഷ്യനാണോ ഇസ്ലാം കാണിച്ചു തരുന്നത്, ആ മനുഷ്യൻ എന്ന നിലക്ക് വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മരംഗങ്ങളിൽ ഒരാളുണ്ടാകുന്നുള്ള വഴി ദിക്റുള്ളയാണ്. അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മയാണ്. ആ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് വഴിപിഴപ്പിക്കാൻ ശ്രമിച്ച ഒരു സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ചരിത്രത്തിൽ ഈജിപ്തിലെ കൊട്ടാരത്തിന് 92 റൂമുണ്ടായിരുന്നു എന്നാണ്. 92 റൂമുകൾ. ഈ 92 റൂമുകളുടെയും വാതിലുകൾ തുറക്കുകയും അടക്കപ്പെടുകയും ചെയ്യുന്നു. യൂസുഫ് നബി തുറക്കും, പിന്നാലെ വരുന്ന സുലൈഖ അടക്കും. അവസാനം സുലൈഖ താൻ ആരാധന അർപ്പിക്കുന്ന, ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന റൂമിൻ്റെ ഉള്ളിലെത്തി എന്നാണ്. ആ റൂമിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അവിടെയുള്ള വിഗ്രഹത്തെ കണ്ടപ്പോൾ സുലൈഖ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കീറിയിട്ട് വിഗ്രഹത്തിൻ്റെ കണ്ണു കെട്ടിക്കൊടുത്തു എന്നാണ്. വിഗ്രഹം കാണില്ല, വിഗ്രഹം കേൾക്കില്ല, വിഗ്രഹത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഒരു സംശയിക്കാനുള്ള ഇട നൽകിയാൽ മുവക്കിദുകളായ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം മാത്രം മതി അതിന് വിരുദ്ധമായി നമ്മൾക്ക്. അതിന് സാധ്യമല്ല, വിഗ്രഹത്തിനൊന്നിനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ. സുലൈഖ താൻ ആരാധിക്കുന്ന വസ്തുവിനെ എൻ്റെ കണ്ണ് കെട്ടിക്കൊടുത്തു എന്നാണ്. എന്തിനാ കണ്ണ് കെട്ടിക്കൊടുത്തത്? താൻ ആരാധിക്കുന്ന വസ്തു, ആ വസ്തു കാണാൻ പാടില്ലാത്ത പണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന ബോധം അന്നത്തെ സുലൈഖക്കുണ്ടായിരുന്നാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് എന്താ? അല്ല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യ, നീ ചിന്തിക്കുന്നില്ലേ, അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മളെ ഏത് ലോകത്ത് പോയി പെട്ടാലും നമ്മ അറിയും. ആർക്ക്? അല്ലാഹ്. നമ്മുടെ കൈവിരലുകൾ സ്പർശിക്കുന്ന മൊബൈൽ ഫോണിലെ കീബോർഡിൽ, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ഏത് സൈറ്റ് സന്ദർശിക്കുമ്പോൾ നമ്മുടെ വിരൽ തുമ്പുകൾ അമർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ബട്ടനുകളും അറിയുന്നവനാണ് ആര്? അല്ലാഹ്. അല്ലാഹു അറിയുന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തിലുണ്ട്. പക്ഷെ പ്രാവർത്തിക ജീവിതത്തിൽ അതുണ്ടാവണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാഹു. അള്ളാഹിൻ്റെ അരികിലാണ് അദൃശ്യത്തിൻ്റെ താക്കോൽ. അല്ലല്ലാതെ ഒരാളും അതറിയില്ല എന്നാണ്. അല്ലല്ലാതെ ഒരാളും അതറിയില്ല എന്നുള്ളതാണ്. ആകാശഭൂമികളിലുള്ള എല്ലാം അള്ളാഹ് അറിയുന്നു. ഒരു മരത്തിൽ നിന്നും, ഒരു ചെറിയ മരത്തിൽ നിന്നും ഒരു ഇല പോലും പൊഴിയുന്നില്ല അള്ളാഹ് അതറിഞ്ഞിട്ടല്ലാതെ എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്ര സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു എന്നുള്ളതാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു,
തീർച്ചയായും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഫഅലൂ മാ ശിഅ്തും, ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചോ. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹ് അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്നതും കണ്ണിൻ്റെ കട്ടുനോട്ടവും അറിയുന്നവനാണ് അല്ലാഹു. ഖുർആന്റെ പ്രഖ്യാപനമാണ് ഇത്. ജീവിതത്തിൽ സ്വീകരിച്ചവരാണ് നമ്മൾ. ഈ അറിവില്ലാത്തവരല്ല നമ്മൾ. എല്ലാവർക്കും അറിയാം അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഈ അറിവില്ലാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. പക്ഷേ ആ അറിവ് പ്രാവർത്തിക രംഗത്ത് എത്ര പേരുടേതുണ്ട് അല്ലേ? നമ്മൾ കാണുന്നത്, കേൾക്കണത്, സംസാരിക്കണത്, പറയണത് ഏതാ സഹോദരങ്ങൾ അറിയാത്തത്? വിശുദ്ധ ഖുർആന്റെ 96-ാം അധ്യായത്തിലെ 14-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. വിശുദ്ധ ഖുർആന്റെ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 59-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. വിശുദ്ധ ഖുർആന്റെ 40-ാം അധ്യായത്തിലെ 19-ാമത്തെ വാചകവും 41-ാം അധ്യായത്തിലെ 40-ാമത്തെ വാചകവുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതിയ 4 ആയത്തുകൾ. ഈ 4 ആയത്തുകളുടെ ആശയം അറിവില്ലാത്തവരല്ല നമ്മൾ. പക്ഷെ എൻ്റെ നിങ്ങളെയും പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് വന്നാൽ യഥാർത്ഥത്തിൽ വിജയിക്കാൻ കഴിയും. അത് മാത്രമാണ് ജീവിതത്തെ നന്മയിൽ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മുടെ മുഴുവൻ സമയം ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഇസ്ലാം കാണിച്ചു തന്ന രൂപത്തിൽ ജീവിക്കാനും നമുക്ക് കഴിയുന്ന ഏക അറിവ്, ഒന്നാമത്തെ അറിവ് ഉണ്ടാവേണ്ടത് അതാണ്. അള്ളാഹിനെ പറ്റിയുള്ള യഥാർത്ഥ ചിന്തയാണ്. ഞാനും നിങ്ങളും ചെയ്യുന്ന രഹസ്യങ്ങൾ ഒക്കെ അറിയും. ആര്? യൗമ തുബില സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ, തീർച്ചയായും ഒരു സഹായിയും കഴിവും ഒന്നുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്തൊരു ലോകത്ത് നിൻ്റെ രഹസ്യം വെളിവാക്കപ്പെടുന്ന സ്വന്തം റൂമിൻ്റെ ഉള്ളിൽ കതക് കുറ്റിയിട്ട് നമ്മളാരും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ചെയ്തത്, കണ്ടത്, പ്രവർത്തിച്ചത്, വായിച്ചത് അറിയും. രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുന്ന അല്ലാഹ് ഖുർആൻ പറഞ്ഞതാണ്. ആ ലോകമാണ്. അവിടെ വിജയിക്കാൻ അള്ളാഹുവിനെ പറ്റിയുള്ള യഥാർത്ഥ ചിന്തയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ചിന്ത നഷ്ടപ്പെട്ടാൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യത്വം നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. ഇസ്ലാം കാണിച്ചു തരുന്നത് അത് തിരികെ കിട്ടാൻ ഏറ്റവും വലിയ, നമ്മുടെ മൊബൈൽ ഫോണ് സെക്യൂരിറ്റി കോഡ് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ആരമാർക്കാനാണ്? പലതും ഉണ്ടാവും, പല ലക്ഷ്യങ്ങളുണ്ടാവും. കുട്ടികൾ എടുത്ത് കളിക്കുന്നതായിരിക്കാം. പക്ഷെ അതിനപ്പുറം ആ സെക്യൂരിറ്റി കോഡിനപ്പുറത്തേക്ക് അള്ളാൻ്റെ ഒരു സെക്യൂരിറ്റി ഇല്ലേ? അള്ളാഹ് നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണില്ലേ? അള്ളാഹു നമ്മുടെ ഓരോ നിമിഷം അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ സൈലൻ്റ് ആക്കി ചിലപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ടാവും. നമസ്കരിക്കേണ്ട മുമ്പിലും നമ്മുടെ മുമ്പിൽ വെച്ച മൊബൈൽ ഫോണിൽ അള്ളാഹ് വിലക്കിയ കാര്യമാണെങ്കിൽ, അള്ളാഹു വിലക്കിയ കണ്ട സൈറ്റുകളുടെ അഡ്രസ്സുകളാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എവിടെ എത്തി നമ്മുടെ ജീവിതം? നഷ്ടത്തിലാണ്. വെറുതെ അല്ല. സലാമത്തായ ജീവിതം കിട്ടണമെങ്കിൽ ഹൃദയം ശുദ്ധിയാവണം. അതിനേറ്റവും ഒന്നാമത്തെ വഴി അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയാണ്. ആണാവട്ടെ, പെണ്ണാവട്ടെ, മുതിർന്നവനാവട്ടെ, ചെറിയവനാവട്ടെ, വലിയവനാവട്ടെ, കുട്ടിയാവട്ടെ, ആർക്കും വിജയിക്കുവാനുള്ള ഒന്നാമത്തെ വഴി അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ ജീവിച്ചുകൊണ്ട് നന്മയോടെടുക്കാൻ ശ്രമിക്കുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ സഹോദരങ്ങളെ, നന്മയിൽ ജീവിതത്തെ കൊണ്ടുപോകാൻ സംസ്കരണത്തോടു കൂടിയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള രണ്ടാമത്തെ വഴി, മന്നറാദ ജലീസൻ ഫൽ ഖുർആനു യക്ഫീ, മന്നറാദ ജലീസാ ഫൽ ഖുർആനു യക്ഫീ. ആർക്കെങ്കിലും തൻ്റെ ജീവിതം നന്മയിലൂടെ കൊണ്ടുപോകാൻ ഒരു സ്നേഹിതനെ ആവശ്യമുണ്ടോ? ഒരു കൂട്ടുകെട്ടിനെ ആവശ്യമുണ്ടോ? ഫൽ ഖുർആനു യക്ഫീ, ഖുർആൻ അവന് മതിയാവുന്നതാണ്. ജീവിതം നന്മയിലൂടെ കൊണ്ടുപോകാൻ, നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവൻ്റെ മുമ്പിൽ ഉള്ള വഴി എന്ന് പറയുന്നത്, അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഖുർആനാണെന്നാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല വഴിയിലേക്ക് മാത്രമാണ് ഖുർആൻ വഴിയാണിക്കുന്നത് എന്ന് മാത്രമല്ല, ഖുർആനെ പറ്റി പറയാണ്, ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. നബിയെ, താങ്കളിലേക്ക് ഖുർആൻ നാം അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണ്. ലിതുഖ്രിജന്നാസ്, നീ ജനങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. മിനൽ-ളുലുമാത്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇലൻ-നൂർ,
പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഖുർആൻ പറയാണ്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ ഖുർആൻ എന്തിനാ? ഹുദൽ ലിന്നാസ്, മാർഗദർശനമാണ്, മാർഗദർശനത്തിൻ്റെ വിശദീകരണമാണ്, സത്യാസത്യ വിവേചനമാണ്, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, സത്യവും അസത്യവും ഇന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് ഖുർആൻ എന്നാണ്. ആ ഖുർആനെ സ്വീകരിച്ചാൽ നന്മയിൽ മുന്നോട്ട് പോകാം, നല്ല ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വഴി അതാണ്, ഖുർആനുമായിട്ടുള്ള ബന്ധം. ഖുർആൻ ക്ലാസ്സുകൾ, ഖുർആൻ പഠന ക്ലാസ്സുകൾ, ഖുർആനിൻ്റെ വായന, പരിഭാഷ വായിക്കൽ, ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ലേണ്ട ഖുർആൻ്റെ സംഗമം അടുത്ത വെള്ളിയാഴ്ച നാം നടത്താൻ പോവുകയാണ് റിയാദിൽ വെച്ചുകൊണ്ട്. ഖുർആൻ പഠനത്തിന്, ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട് കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച അമാനി മൗലയുടെ തഫ്സീറിൻ്റെ വായന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവസരങ്ങൾ ഇഷ്ടം പോലെയാണ്. സാമൂഹിക മാധ്യമങ്ങളുടെ IT രംഗത്തെ വിപ്ലവങ്ങൾ, വൈജ്ഞാനിക രംഗത്തെ വിപ്ലവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ എന്തൊക്കെയോ അതിൻ്റെ മാർഗങ്ങളുണ്ട്. എത്ര സമയം ചിലവഴിക്കാറുണ്ട്? വാട്സപ്പിൽ മണിക്കൂറുകൾ ചിലവഴിച്ച നിമിഷങ്ങൾ കുട്ടിയൊക്കെ, ഫേസ്ബുക്കിൽ ചിലവഴിച്ച സമയമൊന്ന് അവസാനം പല വഴികളുണ്ടല്ലോ, എടുത്തു നോക്കുക. ഖുർആനും വേണ്ടി ചിലവഴിച്ചതോ, ഖുർആൻ ഓതാൻ വേണ്ടി ചിലവഴിച്ചതോ, ഖുർആൻ പഠിക്കാൻ വേണ്ടി ചിലവഴിച്ചതോ? പ്രിയപ്പെട്ടവരെ, സംസ്കരണത്തോടു കൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രണ്ടാമത്തെ വഴി ഖുർആനെ കൂട്ടുകാരനായി സ്വീകരിക്കുക എന്നാണ്. ഖുർആനെ കൂട്ടുകാരനായി സ്വീകരിക്കുക എന്നാണ്. ഖുർആനെ കൂട്ടുകാരനായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹ് നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു മാർഗം, മന്നറാദ വാഴിലാ ഫൽമൗതു യക്ഫീ, മന്നറാദ വാഴിലാ, ആർക്കെങ്കിലും നന്മയിലൂടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വാഴിലിൻ്റെ ആവശ്യമുണ്ടോ, ഒരു ഉപദേശകൻ്റെ ആവശ്യമുണ്ടോ? ഫൽമൗതു യക്ഫീ, മരണവും മദീന, മരണത്തെപ്പറ്റിയുള്ള ചിന്ത മദീന, മരണത്തെപ്പറ്റി ഓർത്ത മദീന. തൊട്ട് മുമ്പ് അവസാനിച്ച നമ്മുടെ മദ്രസ കുട്ടികളുടെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരനുഭവം, ഇന്നലെ അങ്ങോട്ട് പോരാൻ വേണ്ടി മിഞ്ഞാന്ന് വൈകുന്നേരത്ത് ഇങ്ങനെ ഇതിൻ്റെ യാത്രയിലുള്ള ഓടിപ്പാച്ചിലാണ്. ആ ഓടിപ്പായുന്നതിനിടയിൽ ദുബായിലുള്ള നമ്മുടെ ഒരു സഹോദരൻ്റെ, ഒരു മുതിർന്ന ആളെ ഫോണ്, അയാൾ നമ്മുടെ QHLS സംഗമത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ കുറ്റ്യാടിയിൽ നടന്ന QHLS സംഗമത്തിൽ ഏറെ ത്യാഗം സഹിച്ച ഒരു വളണ്ടിയർ ഉണ്ടായിരുന്നു, മുഹമ്മദ് യാസിൻ. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആ സഹോദരൻ്റെ മരണവാർത്ത അറിയിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ ആളുകളെ എത്തിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷേ മരിച്ചു എന്ന് പറയുന്ന മുമ്പ് തന്നെ അയാളുടെ ശബ്ദം നിലച്ചുപോയി. തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഫോണ് ഞാൻ കട്ടാക്കുക ചെയ്തത്. കരച്ചിൽ മാത്രം കേട്ട് കാര്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഏറെ ത്യാഗം സഹിച്ച ആ സുഹൃത്തിൻ്റെ മരണം ബൈക്ക് ആക്സിഡൻറ്റിലൂടെ അള്ളാഹു തിരിച്ചു വിളിച്ചതാണ്. മരണം എപ്പോഴും മതി, എത്ര മരണമല്ലേ. ഒരിക്കൽ കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി ഞാൻ ഖുത്ബ നിർവഹിക്കുന്ന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരൻ, ഒരു പ്രായം മുതിർന്ന ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അയാളുടെ വേദന എന്താ വെച്ചാൽ ഒരു യുവാവിൻ്റെ മരണമാണ്. ആ യുവാവിൻ്റെ മരണം സംഭവിക്കണമെന്ന് വെച്ചാൽ അവൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അവരുടെ വിവാഹം കഴിഞ്ഞ് 13 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. പിന്നെ ഒരു കുട്ടി ഉണ്ടായിട്ടേ ഇല്ല. അഥവാ 24-ാമത്തെ വയസ്സിൽ നിന്നിട്ട് ഈ ആൺകുട്ടി ബാപ്പാനെ സഹായിക്കുകയാണ് കച്ചവടത്തിൽ സഹായിക്കാൻ. എറണാകുളത്ത് നിന്ന് കച്ചവട ആവശ്യാർത്ഥമുള്ള ലോഡ് സഞ്ചരിക്കുന്ന ബൊലേറോ വണ്ടിയിൽ സ്വീകരിച്ചിരിക്കണം. ആ ബൊലേറോ വണ്ടിയിൽ എടുത്ത് പിന്നെ ആ ലോഡുമായിട്ട് പോവുകയാണ് നാട്ടിലേക്ക് പോണ വഴിക്ക് പെട്ടെന്ന് സഞ്ചരിക്കുന്ന കാറിൻ്റെ മുമ്പിലുള്ള ബൊലേറോ വണ്ടിയുടെ മുമ്പിലുള്ള ലോറി ബ്രേക്ക് ചവിട്ടി. ഇവന് ബ്രേക്ക് കിട്ടിയില്ല. ആ ലോറിയിലേക്ക് പോയി കാറ് സഞ്ചരിക്കുന്ന വാഹനം കുത്തിയപ്പോൾ പെട്ടെന്നുള്ള ബ്രേക്കിലും ഈ ഇടിയിലും മുന്നിൽ നിന്ന് തകിട് ആ മുൻഭാഗത്തുള്ള ഭാഗം പൊട്ടി ചില്ല് തറച്ച് ഉള്ളിലേക്കും വന്നു. പിറകിൽ വാഹനത്തിൻ്റെ ബാക്കിലുള്ള ലോഡ് അത് മുന്നിലേക്കും പോയി. ആ ലോഡ് മുന്നിലേക്ക് തള്ളി ഇവൻ്റെ തല മുന്നിലേക്ക് തള്ളി. അവിടുന്ന് മുൻഭാഗത്തുനിന്ന് ചില്ല് പൊട്ടിച്ച് തകിട് ഇങ്ങോട്ടും വന്നു. കഴുത്ത് മുറിഞ്ഞ് ജീവിതം ലോകത്തോടു കൂടി വിടയെല്ലേണ്ടി വന്ന അനുഭവമാണ്.
തീർന്നിട്ടില്ല. എത്രയോ അനുഭവങ്ങൾ. മരണം മദീന. മരണത്തെപ്പറ്റി ഓർക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നന്മയിലൂടെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സതുപദേശകനായി അത് മദീനാണ്, വാഴിലായി അത് മദീനാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമറേ മരണം മതിയിട്ടോ, നന്മയിലൂടെ ജീവിതം കൊണ്ടുപോകാം, മരണം മതി നിനക്ക്, മൗഴിലത്തായിക്കൊണ്ട് വാഴിലായിക്കൊണ്ട് ഉമറേ മരണം മതി എന്ന് സ്വയം സമാശ്വസിക്കുന്ന ഉമറിൻ്റെ ചരിത്രം നമ്മൾ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നന്മയിലൂടെ ജീവിതം കൊണ്ടുപോകാൻ മരണത്തെപ്പറ്റി ഓർക്കണം. മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും? മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആഖിറത്തിനും വേണ്ടി നിങ്ങൾ ജീവിക്കുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്? നിസ്കരിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. ഖുർആൻ ഓതുകയാണ്, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്, അല്ലെങ്കിൽ തസ്കിയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തെ തസ്കിയത്ത് ക്ലാസ്സാണ്. അടുത്ത ക്ലാസ്സിന് ചിലപ്പോൾ എനിക്ക് അവസരം നൽകിയിട്ടുണ്ടാവില്ല. ഞാൻ ഇപ്പം ഇശ നമ്മൾ നമസ്കരിച്ചു. ആ ഇശ നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇതാ നീ എങ്ങാനും നിന്റെ ആഖിറത്തിൻ്റെ വഅമലി ആഖിറതിക കഅന്നക തമൂതു ഗദാ, നീ ആഖിറത്തിന് വേണ്ടി നീ അമലെടുക്കുക. കഅന്നക തമൂതു ഗദാ, തൊട്ടടുത്ത നിമിഷത്തിൽ നീ ഇതാ മരിക്കാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ ഞാൻ മരിക്കും. ഇതാ എൻ്റെ അവസാനത്തെ നമസ്കാരമാണ് ഇശ. ഇനി അടുത്ത സുബൈ വരെ ഒരുപക്ഷേ അല്ല എനിക്ക് ജീവിതം നൽകിയില്ലെങ്കിൽ എൻ്റെ അവസാനത്തെ നമസ്കാരമാണ്, ഇതെൻ്റെ അവസാനത്തെ കർമ്മമാണ്, ഇതെൻ്റെ അവസാനത്തെ നോമ്പാണ്, ഇതെൻ്റെ അവസാനത്തെ ദാനധർമ്മമാണ്, ഇതെൻ്റെ അവസാനത്തെ ഹജ്ജാണ്, ഇതെൻ്റെ അവസാനത്തെ ഉംറയാണ്, ഇതെൻ്റെ അവസാനത്തെ ഖുർആൻ ക്ലാസ്സാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളത് നന്നാക്കും, പരമാവധി നന്മയിലാക്കും. മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ അങ്ങനെയാണ്. മരണത്തെപ്പറ്റി ചിന്തിക്കുക, സുബഹിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുകയാണ്, സ്വാഭാവികമായിട്ടും മരണത്തെപ്പറ്റി ഓർത്താൽ എണീറ്റ് പോവും. ജമാഅത്ത് പങ്കെടുക്കേണ്ടവനാണ്. ഓരോ സംഗതി നന്മയെപ്പറ്റി കേട്ട് മടി കാണിച്ച് വീട്ടിലിരുന്ന ക്രിക്കറ്റ് കളി കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. പക്ഷേ ഖുർആൻ ക്ലാസ് പോയാലോ അത് കാണാൻ കഴിയില്ല. ഇല്ല, അവിടെ ചിന്തിക്കുന്നത് എൻ്റെ മരണത്തെപ്പറ്റി ഓർക്കുമ്പോൾ തെറ്റുന്ന് വിട്ടുവെക്കും. ഞാൻ പഠിച്ചോനെ ഈ ചെയ്തും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ മരിച്ചു പോയാൽ അപകടമാണല്ലോ എന്ന് ആലോചിച്ചാൽ സ്വാഭാവികമായും സഹോദരങ്ങളെ, നന്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മരണത്തെപ്പറ്റി ഓർക്കുക. അങ്ങനെ ഓർത്താൽ അതാണ് ഏറ്റവും വലിയ സതുപദേശകൻ എന്നാണ് മൂന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, മൻ അറാദ ഗിനം ഫൽ ഖനാഅതു തക്ഫീ, മൻ അറാദ ഗിനാ ഫൽ ഖനാഅതു തക്ഫീ. ആർക്കെങ്കിലും ധന്യതയോടുകൂടിയുള്ള ജീവിതം, നന്മയിലൂടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ധനം വേണമെന്ന്, സമ്പത്ത് വേണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടോ? കനാത്ത് മതി എന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ആർത്തിയാണ് പലപ്പോഴും നന്മയിൽ നിന്ന് മനുഷ്യനെ തടയുക. ആഗ്രഹങ്ങളാണ്. ആഗ്രഹമില്ലാത്ത ജീവിതമല്ല മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുമ്പോഴാണ് ജീവിതം. ഓരോ സ്വപ്നങ്ങൾക്കനുസരിച്ച് സമയങ്ങളും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാവുക. ജീവിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളിൽ അത്യാഗ്രഹങ്ങളായി പോകുമ്പോൾ, സമ്പത്തിനോടുള്ള അതിമോഹമുണ്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സെപ്പോഴാണ് ലഭിക്കുക? പലപ്പോഴും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം നമ്മളെക്കാൾ താഴ്ന്നവരെ പറ്റിയുള്ള ആലോചന ഉണ്ടാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും. ഉൻദുറൂ, നിങ്ങൾ നോക്കുക, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളെക്കാൾ സൗന്ദര്യം കുറവുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ സമ്പത്ത് കുറവുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ അധികാരങ്ങൾ കുറവുള്ളവരിലേക്ക്, നിങ്ങളെക്കാൾ മറ്റുള്ള കാര്യങ്ങളിൽ കുറവുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഫഹുവ അജ്ദർ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം നമ്മൾ നിഷേധിക്കാതിരിക്കാൻ. അതാണ് ഏറ്റവും വലിയ വഴി. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യത്തിലും അങ്ങനെ ചിന്തിച്ചു നോക്ക്. നമ്മളെക്കാൾ കുറവുള്ളവരൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിച്ച സിറിയയിലെ അഭയാർത്ഥികളുടെ കൂട്ടത്തിലെ ഒരു ബാലൻ്റെ സംഭവം നമ്മൾ കണ്ട്. അതായത് അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് ബാപ്പാക്ക് ഒരു റൊട്ടി കിട്ടി. ആ റൊട്ടി കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തിയതാ. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്തേക്ക് താമസിക്കുന്നിടത്തെത്തിയപ്പോൾ മകൻ്റെ വായിൽ വെച്ചു കൊടുക്കുക. വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ദിവസോളങ്ങളോടുള്ള വിശപ്പുണ്ട്. വിശക്കുന്ന വാപ്പാൻ്റെ കണ്ണ് നിറഞ്ഞു ചാടുക. ആ നിറഞ്ഞു ചാടുന്ന കണ്ട പിഞ്ചു പൈതൽ
ആ ബാപ്പാൻ്റെ കണ്ണീര് തുടച്ച് റൊട്ടിയുടെ കഷ്ടം ബാപ്പാൻ്റെ വായിൽ വെച്ച് കൊടുക്കണ ചിത്രം, വീഡിയോ, അത്ഭുതങ്ങൾ. ലോകത്ത് 10,000 ജനലക്ഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് മാത്രം വേസ്റ്റാക്കി കളഞ്ഞ് ഓരോ ഹോട്ടലിൽ കയറിയപ്പോൾ, ഒരു ഭക്ഷണശാലയിൽ കയറിയപ്പോൾ നമ്മളെ വീട്ടിലെ വേസ്റ്റ് കൊട്ടെന്ന് പോയി നോക്കി നോക്ക്. ഒരു വറ്റുണ്ടെങ്കിൽ 10,000 കണ്ണീരൊപ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ കൂട്ടത്തിലൊരു അനുഭവം, ഡൽഹിയിൽ ഈ ഉള്ളവൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനം അവസാനിച്ച് തിരിച്ചു പോരുന്നത് നാളെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. 98% മുസ്ലിമീങ്ങളുള്ള നാടാണ്. അവിടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജനാലയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിയ ജനാലയിലൂടെ കണ്ണൊന്ന് അറിയാതെ പുറത്തേക്ക് പോയി. അപ്പോൾ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് തള്ളുന്ന സ്ഥലമാണ്. അവിടെ തന്തൂരി റൊട്ടി, കടിച്ചു പിടിച്ച പട്ടി കടിച്ചിട്ടുണ്ട്, ഒഴിവാക്കിയ റൊട്ടി, പട്ടിയുടെ വായിലുള്ള റൊട്ടി പിടിച്ചു വലിക്കുകയാണ്. ആരറിയോ? പിഞ്ചു ബാലൻ, 10-12 വയസ്സുള്ള പിഞ്ചു ബാലൻ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആലോചിച്ച് നോക്ക്, നമ്മൾ ഒഴിവാക്കിയ ഭക്ഷണത്തിനുണ്ടാവും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അതിനേക്കാൾ വലിയ ധന്യതയില്ലെന്ന് അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിസ്ര കൈസർ ചക്രവർത്തിമാർ അവരുടെ സുഖാസ്വാദനങ്ങളിലേക്ക് വിരൽ ചൂണ്ടി, നബിയെ നിങ്ങളുടെ പിറകുവശത്ത് ഞങ്ങൾ പായയുടെ ഈന്തപ്പനയുടെ ഓലയുടെ അടയാളങ്ങൾ കാണാൻ, നിങ്ങൾക്ക് ഞങ്ങൾ നല്ലൊരു കിടക്കാനുള്ള വിരി നൽകട്ടെ എന്ന് പറയുമ്പോൾ വിസമ്മതിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നല്ല മനസ്സിൻ്റെ സംസ്കരണമുള്ള നല്ല ആളുകളായി തീരാന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 4ാമത്തെ വഴി അതാണ്. 5ാമത്തത് എന്താ? മൻ അറാദ സീനതൻ ഫൽ ഇൽമു യക്ഫീ. ആർക്കെങ്കിലും അലങ്കാരം ആവശ്യമുണ്ടോ, ഇൽമ അവന് മതി എന്നാണ്. അറിവ്, നന്മ, ഇസ്ലാം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെ യഥാർത്ഥ അറിവുണ്ടല്ലോ, ആ യഥാർത്ഥ അറിവ് നമ്മൾക്കുണ്ടായാൽ അതാണ് യഥാർത്ഥത്തിലുള്ള അലങ്കാരം, നന്മ. ഒരാൾക്ക് ഭംഗി ആവശ്യമുണ്ടോ, ആ ഭംഗി എന്ന് പറയുന്നത് നന്മയും തിന്മയും ഇന്നതാണെന്നുള്ള അറിവാണ്. വ്യവച്ഛേദിച്ചറിയാനും ആ നന്മയെ സംബന്ധിച്ചുള്ള അറിവിൻ്റെ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാവുക. അങ്ങനെ അറിവുള്ളവനായാൽ അതവന് ഏറ്റവും വലിയ ഭംഗിയുള്ളവനായി, അതാണ് അവനുള്ള ഭംഗി എന്നാണ് കവി ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത് അതാണ്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ കൂട്ടത്തിൽ നല്ലവൻ ആരാന്ന് ചോദിച്ചാൽ സമ്പത്തുള്ളവനല്ല, അതല്ലെങ്കിൽ അധികാരമുള്ളവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. മതപരമായ അറിവുണ്ടാവുന്നതാണ്, ദീനിനെ പറ്റി അറിവുണ്ടാവുന്ന, ഇന്നത് നന്മയാണ് ഇന്നത് തിന്മയാണ്, ഈ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ജീവിതം ഇതിലൂടെ മുന്നോട്ട് പോയാൽ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും, ഇതിലൂടെയാണെങ്കിൽ അത് തിന്മയിലൂടെയാണ്, നാശത്തിലേക്കാണെന്ന് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ലഭിച്ചാൽ യഥാർത്ഥത്തിലുള്ള ദീനിനെ പറ്റിയുള്ള അറിവ്, അവനാണ് നന്മ അള്ളാഹു ഉദ്ദേശിച്ചവനെന്ന്. അധികാരം കൊടുക്കാന്നല്ല, സമ്പത്ത് കൊടുക്കുക എന്നുള്ളതല്ല. അതാണ് അലങ്കാരമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അറിവ്, മതപരമായിട്ടുള്ള അറിവുണ്ടാവുക 5ാമത്തെ ഉപദേശം. 6ാമത്തെ ഉപദേശം മന്നറാദ ജമാലൻ ഫല്ലഖ്ലാഖു തക്ഫീ. ആർക്കെങ്കിലും ഭംഗി ആവശ്യമുണ്ടോ, ഭംഗി, നല്ല ഒരു ഭംഗിയുള്ള ജീവിതം നയിക്കുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അഖ്ലാഖ് അവന് മതി എന്നുള്ളത്. സൽസ്വഭാവം ഉണ്ടാവണമെന്ന്. സൽസ്വഭാവം എന്ന് പറയുന്നത് ബുഇസ്തുലി അൻ ഉതമ്മിമ അഖ്ലാഖ്, എല്ലാ സൽക്കർമ്മങ്ങളുടെയും പൂർത്തീകരണത്തിനായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. തീർച്ചയായും നാളെ പരലോകത്ത് നിങ്ങളുടെ മീസാനിൽ കനം തൂങ്ങുന്ന, നിങ്ങളുടെ തുലാസിൽ കനം തൂങ്ങുന്ന ഒന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? സാവത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ അറിയിച്ചു തന്നോടി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. പെരുമാറ്റം നന്നാവണം, പറച്ചിൽ നന്നാകണം, സ്വഭാവത്തിലെ ഇടപാടുകളും ഇടപഴകലും, കുടുംബത്തോട്, അയൽപ്പക്കത്തോട്, കൂടെ ജീവിക്കുന്നവരോട്, നമ്മുടെ കൂടെയുള്ള പലരുമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത, അള്ളാഹ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രവാചകൻ്റെ അനുയായികളാണ് ഞാനും നിങ്ങളും. നമ്മൾ ഓരോ നേരത്തെ സ്വഭാവം നോക്കി നോക്ക്, പെരുമാറ്റം, സംസാരം നോക്കുങ്ങൾ. നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികൾ നമ്മുടെ സ്വഭാവത്തെപ്പറ്റി മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞാൽ നരകപ്രവേശനത്തിന് കാരണമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഒരിക്കൽ വഴിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ജനാസയെ കൊണ്ടുപോയി, ജനാസ മയ്യത്തുമായിട്ട്. ആ മയ്യത്തുമായിട്ട് പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു, ആരോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇയാൾ നല്ലവനാണ്, നല്ല മനുഷ്യനാണ് എന്ന് അഭിപ്രായം പറഞ്ഞു.
അഭിപ്രായം കേട്ട്. അഭിപ്രായം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, തീരുമാനമായി ഉറപ്പിച്ചു പോയി എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരു ജനാസയെ കൊണ്ട് ആളുകൾ പോയി. അപ്പോൾ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ഇയാൾ വളരെ ഉപദ്രവകാരിയത്, ജനങ്ങൾക്ക് ഇന്ന നാവുകൊണ്ട് ഇങ്ങനെ ഉപദ്രവം ഉണ്ടായിരുന്നു, അയാളെ മോശപ്പെട്ട കാര്യങ്ങളാണ് ആൾക്കാർ ഓർത്ത്. അപ്പോഴും നബി പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, തീരുമാനായി. ഇത് കേട്ട് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് എന്നിട്ട് ചോദിച്ചു അത്രേ, അല്ല നബിയെ, ആദ്യം ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ പറഞ്ഞു തീരുമാനായി, രണ്ടാമതൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോഴും തീരുമാനായി എന്നാണ്. എന്ത് തീരുമാനമായി എന്നാണ് ഇതിനർത്ഥം? ഉടനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചൊരു വാചകമുണ്ട്, അത് നമ്മൾ വായിച്ചാൽ മതി. പ്രവാചകൻ പറയാണ്, മന്നസിനൗ അലൈഹാ ബിഖൈർ വജബത് ലഹുൽ ജന്ന, ആരെയാണോ നിങ്ങൾ നന്മ കൊണ്ടോർത്തെടുത്തത് അവന് സ്വർഗം തീരുമാനമായി. മന്നസിനൗ അലൈഹാ ബിശ്ശർ, തിന്മ കൊണ്ട് നിങ്ങൾ ഓർത്തെടുത്തവനാരോ വജബത് ലഹുന്നാർ, അവന് നരകവും തീരുമാനമായി. ഏയ്, നമ്മൾ മരിച്ച് നമ്മളെ ജനാസ കൊണ്ടുപോവുകയാണ്. കണ്ടിക്കണ ആൾക്കാരെ കൂട്ടത്തിൽ നമ്മളെ നാവ് കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും ഉപദ്രവം മാത്രമാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് ജനങ്ങൾ വിചാരിച്ചാൽ നമ്മൾ നരകക്കാരനാണ്. അല്ല, നമ്മൾ പോകുന്ന നല്ലൊരു മനുഷ്യൻ്റെ വിടവാങ്ങലാണോ വേദനയോടുകൂടി ഓർക്കണത്? സ്വർഗവും തീരുമാനമായി എന്നാ. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹജീവിയോട് നിങ്ങളുടെ സ്വഭാവത്തെ പറ്റി ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹ് യൗമൽ ഖിയാമത്തി മൻ തറകഹുന്നാസു ഇത്തിഖാ അശദ്ദിഹി, ജനങ്ങൾ മുഴുവനും ഒരാളിൽ ഏകോപിച്ച് അയാളെ മോശപ്പെട്ട കാര്യങ്ങളിൽ ഏകോപിച്ച് ഒഴിവാക്കിയാൽ അയാൾക്കാണ് നാളെ പരലോകത്ത് ഏറ്റവും വേദനയേറിയ ശിക്ഷ ഉള്ളത് എന്നാണ്. അപ്പം എന്നെപ്പറ്റി എൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവികളൊക്കെ അയാളെ നാവുകൊണ്ട് മോശമാണ്, എൻ്റെ പെരുമാറ്റങ്ങൾ മോശമാണെന്ന് പറഞ്ഞ് എൻ്റെ സഹജീവികളൊക്കെ എനിക്കെതിരായ ഞാനാണ് ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നതെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ നാവ്, നമ്മുടെ കൈകാലുകൾ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതായി തീരാൻ പാടില്ല. പെരുമാറ്റം നന്നാവണം, സൽസ്വഭാവം ഉണ്ടാവണം. ആ സൽസ്വഭാവങ്ങളിൽ പാവപ്പെട്ടവരോടുള്ള കാരുണ്യം ഉണ്ടാവണം, പാവപ്പെട്ടവനോട് കരുണ കാണിക്കണം, ചെറിയവരോട് കരുണ കാണിക്കണം, മുതിർന്നവരോട് ബഹുമാനിക്കണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചെന്ന്. അനാഥ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ജനങ്ങൾക്ക് വർഷങ്ങളായി വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് ആ ക്യാമ്പയിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ പ്രവാചകൻ അനാഥകളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട്, വിധവകളുടെ സംരക്ഷണം പ്രവാചകൻ ഏറ്റെടുത്തിട്ടുണ്ട്, അയൽപ്പക്കക്കാരുടെ പ്രശ്നങ്ങളിൽ പ്രവാചകൻ ഇടപെട്ടിട്ടുണ്ട്, സമൂഹത്തിന് ആവശ്യമുള്ളിടത്ത് പ്രവാചകൻ ഉണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ 2 പേരക്കുട്ടികളും പ്രവാചകൻ്റെ കൂടെ ഉണ്ട്. വഴിവക്കിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. കുട്ടിയുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു ചെന്നു എന്നാണ്. അപ്പോൾ ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? കുട്ടിയുടെ കരച്ചിൽ കൂടി. കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ കരച്ചിൽ വർദ്ധിക്കുക. ഉള്ളുന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ബാപ്പല്ല, പെരുന്നാൾക്ക് വസ്ത്രത്തിന് വേണ്ടി കരയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ആ കുട്ടിയെ കൂടെ കൂട്ടി. എന്നിട്ട് നേരെ പോയി തൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞു. കുട്ടിയെ ധരിപ്പിച്ചു. ആ കുട്ടിയെ തോളിലിരുത്തി തൻ്റെ പേരക്കുട്ടികളെ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ്ഗാഹിലെത്തിയെന്ന. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് കുട്ടിയിരിക്കണം. ആ കുട്ടി ഉറക്കെ പറഞ്ഞു, നബിയേ, അങ്ങുന്ന് എൻ്റെ ബാപ്പയാണ്, അങ്ങുന്ന് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് പ്രവാചകരെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട സമയത്ത് എണീറ്റെന്ന് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ അനാഥകളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരുന്നു. ആര് നിങ്ങളുടെ കൂട്ടത്തിൽ അനാഥ ഉണ്ടോ? ഞാൻ ഏറ്റെടുത്തു എന്നാ. ഓരോരുത്തർ വന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈ പിടിച്ചു. നബിയേ, അങ്ങൊന്ന് പിതാവിൻ്റെ സ്ഥാനത്താണ്, അങ്ങൊന്ന് ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്ഥാനത്താണ്. ഓരോരുത്തരും പിരിഞ്ഞുപോയി. രാത്രി ഭാര്യയുടെ കൂടെ ഉറങ്ങുന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. ഭാര്യ എണീറ്റ് തപ്പി, വിശ്വാസികളും തപ്പി. അല്ലാഹുവിൻ്റെ റസൂലിനെ കിട്ടിയത് എവിടുന്ന് അറിയോ? അബവായിൻ്റെ മണ്ണിൽ സ്വന്തം മാതാവിൻ്റെ ഖബറിൻ്റെ അരികിൽ തേങ്ങിക്കരയുന്ന പ്രവാചകനെയാണ് സ്വഹാബത്ത് കണ്ടെത്തിയത്. എന്താ അനുഭവം എന്നറിയോ? ബാപ്പി ഇമ്മയില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ അനാഥൻ, ആയിരക്കണക്കിന് അനാഥകളുടെ സംരക്ഷണം ഏറ്റെടുത്തുന്ന. എൻ്റെ ഇങ്ങളെയും മുമ്പിൽ എത്ര അനാഥ മക്കളുണ്ട്?
കുടുംബങ്ങളിൽ അയൽപ്പക്കങ്ങളിൽ എന്തൊക്കെ സന്തോഷങ്ങൾ നമ്മളൊക്കെ ചെയ്തു. എത്ര വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങി. ഒരു വേള, ഒരു മിനിറ്റ്, ഒരു വാചകം കൊണ്ട് ഒരാശ്വാസമെങ്കിലും നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മുത്തുനബിൻ്റെ അനുയായികളായി സ്വർഗം പോകുന്നു, സ്വർഗം കിട്ടുന്നു. അങ്ങനെ കിട്ടുമോ? കിട്ടൂലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്ന ഒരുപാടുണ്ട്, വർഷങ്ങളോളം വിശദീകരിക്കാനുള്ളത്. സ്വീകരിക്കുക. കേൾക്കുന്ന നന്മകളൊക്കെ നന്മയാണോ ഓടിയെടുക്കുക. വിജയിക്കുവാൻ സംസ്കരണത്തോടു കൂടിയുള്ള ജീവിതത്തിൻ്റെ മറ്റൊരു മാർഗമാണ്. ആറാമത്തത് ഞാൻ സൂചിപ്പിച്ചത്. ഏഴാമത്തത് എന്താ അറിയോ? മൻ അറാദ റാഹത ഫൽആഖിറതു തക്ഫി. ആർക്കെങ്കിലും നല്ലൊരു വിശ്രമം ആവശ്യമുണ്ടോ? അവൻ്റെ ചിന്തയിൽ വരേണ്ടത്, നന്മയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ആഖിറത്ത് വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കേണ്ടത് പരലോകം മാത്രമാണ് വിശ്രമത്തിനുള്ളത് എന്നാണ്. ഒരു പരിപാടി കഴിഞ്ഞ്, ഒരു ക്ലാസ് കഴിഞ്ഞ്, ഒന്ന് കഴിഞ്ഞ് ഒരു വിശ്രമമല്ല. നമുക്ക് ഫൈദാ ഫറഅത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണമെന്നാണ് ഖുർആൻ്റെ ഉത്ബോധനം. ഒരു നിസ്കാരം, ദൂറ് കഴിഞ്ഞ അസർ, അസർ കഴിഞ്ഞ മഗ്രിബ്, മഗ്രിബ് കഴിഞ്ഞ ഇശ, ഇശ കഴിഞ്ഞ് രാത്രി നമസ്കാരം, അത് കഴിഞ്ഞ് അതുമായി തഹജ്ജുദ്, സുബഹി നമസ്കാരം, സുബഹി കഴിഞ്ഞ് വീണ്ടും ദുഹർ, ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ, സുന്നത്ത് നോമ്പുകൾ, ഒരു ജുമ കഴിഞ്ഞ് അടുത്ത ജുമ, മുതവാലിയാത്താണ്, തുടർന്നു കൊണ്ടേ പോയിരിക്കുകയാണ്. ഒരു ക്യാമ്പയിൻ, മറ്റൊരു ക്യാമ്പയിൻ, ഒരു സമ്മേളനം, അടുത്ത സമ്മേളനം, ഒരു ഖുർആൻ ക്ലാസ്, അടുത്ത ഖുർആൻ ക്ലാസ്, തുടർന്നു കൊണ്ടേയിരിക്കണം. വിശ്രമമില്ലാതെ വിശ്രമം ആഗ്രഹിക്കരുത്, ഒഴിവൊരിക്കലും ആഗ്രഹിക്കരുത്. കാരണം വിശ്രമിക്കാനുള്ള സ്ഥലം ആഖിറത്താണ്. ആഖിറത്താണ്. നന്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ, വിജയിക്കുവാനുള്ള ആഗ്രഹം, ഫൽആഖിറതു തക്ഫീ, ആഖിറത്താണ്. മന്നറാദ റാഹത, ആർക്കെങ്കിലും വിശ്രമം ആവശ്യമുണ്ടോ, റാഹത്ത് ആവശ്യമുണ്ടോ, ആഖിറത്ത് മാത്രമാണ് അതിനുള്ളത്. അതിനു മുമ്പുള്ള ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒന്നുമൊന്നൊന്നുമൊക്കെ ജോയിൻ ചെയ്ത് നിരന്തരമായി പരമാവധി കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം നേടാൻ പോവുക എന്നാണ് ഏഴാമതായ ഉപദേശം. 7 ഉപദേശങ്ങൾ നന്മയിലൂടെ മുന്നോട്ട് പോകാനുള്ളത് നൽകുകയാണ് ചെയ്തത്. എട്ടാമത്തെ എന്താണെന്നറിയോ? മോള് പറഞ്ഞത് ആർക്കെങ്കിലും സ്വീകാര്യമല്ല എന്നുണ്ടോ? മുകളിൽ പറഞ്ഞ 7 ഉപദേശങ്ങൾ നന്മയിലൂടെ സംസ്കരണ ജീവിതം നയിക്കാൻ ഒരാൾക്ക് ആവശ്യമില്ലേ? വമല്ലം യക്ഫീഹി കുല്ല ഹാദാ ഫന്നാറു തക്ഫീ, ഫന്നാറു തക്ഫീ, ഫന്നാറു തക്ഫീ വമല്ലം യക്ഫീഹി കുല്ല ഹാദാ. മുകളിൽ പറഞ്ഞ ആ നന്മയുടെ നിർദ്ദേശങ്ങൾ ഒരാൾക്ക് തനിക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടോ? ഫന്നാറു തക്ഫീ, മരണം, നരകം അവന് മതിയാകുന്നതാണ്, നരകം അവന് മതിയാകുന്നതാണ്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവീ വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി കല്ലാ ഇന്നഹാ ലദാ നസ്സഅതൽ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ വജമഅ ഫഅആ. നാളെ മനുഷ്യൻ നരകക്കാരനായി പോകുമ്പോൾ പരലോകത്ത് കണ്ടെത്തുന്ന, നരകത്തെ മുമ്പിൽ കണ്ടെത്തുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ഐഹിക ജീവിതത്തിൽ, മരണത്തിന് മുമ്പുള്ള അവൻ്റെ ജീവിതത്തിൽ 70, 60, 50, 40, 30 അല്ല നൽകിയ അത്രയും വർഷങ്ങൾ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൻ്റെ ഭൂരിപക്ഷ സമയം ചെലവഴിച്ചത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, തൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ്, തൻ്റെ ബാപ്പാക്ക് വേണ്ടിയാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, തൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാണ്. തൻ്റെ സമയത്തിലെ ഭൂരിഭാഗവും അഹ്സനു അമലാ, സൽക്കർമ്മം ചെയ്യാൻ നീ പരീക്ഷിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് നൽകിയ ജീവിതത്തിലെ ഭൂരിപക്ഷ സമയവും ചെലവഴിക്കപ്പെട്ടത് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കൂട്ടുകാരോടൊപ്പമെങ്കിൽ ഇപ്പറഞ്ഞ ഇക്കാരണക്കാരെ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിലെത്തി നരകശിക്ഷയെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട്, നാദാ എൻ്റെ ഭാര്യയെ പിടിച്ചോ, എൻ്റെ മാതാവിനെ പിടിച്ചോ, എൻ്റെ ഉമ്മയെ പിടിച്ചോ, എൻ്റെ ബാപ്പയെ പിടിച്ചോ, എൻ്റെ കൂട്ടുകാരെ പിടിച്ചോ, വമൻ ഫിൽ അർളി ജമീആ, ഭൂമി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നാദാ നിനക്കിതാ നൽകാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് സുമ്മ യുൻജി, എന്നെ ആ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തേണമേ എന്ന് തൻ്റെ കുടുംബത്തെ, നാട്ടുകാരെ, വീട്ടുകാരെ മുഴുവനും അള്ളാഹുവിന് നൽകി നരക
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന അതിനാഗ്രഹിക്കുന്ന നിമിഷത്തിൽ കല്ലാ ഇന്നഹാ ലദാ, അത് നരകമത്രേ, നസ്സാഅത്തൻ ലിശ്ശവാ, നിങ്ങളുടെ തലയോട്ടിയെപ്പോലും ആ നരകത്തിലെത്തി ഉരുക്കിക്കളയുന്നതാണ്. നരകത്തിലെത്തി നിങ്ങളുടെ തലയോട്ടിയെപ്പോലും ഉരുക്കിക്കളയുന്നതാണ്. തെതുഴു മന്നദ്ബറ വതവല്ല. എല്ലാം കേട്ടിട്ട്, എല്ലാം അറിഞ്ഞിട്ട്, എല്ലാം മനസ്സിലാക്കിയിട്ട് നന്മയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മുഴുവൻ മാർഗങ്ങളും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കിയും ചെയ്തിട്ട് പിന്തിരിഞ്ഞു പോയവരാരോ, പിറകോട്ടടിച്ചവരാരോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാതെ അത് പിന്നീട് കൂട്ടിവെച്ചിട്ടുള്ളവരാരോ, അവരെയും നാം നരകം മാടി വിളിക്കുമെന്നാണ്. ആ നരകമാണ് കാത്തിരിക്കുന്നത്, ആ നരകമാണ് പ്രതീക്ഷയോടുകൂടിയുള്ളത്. ആ നരകം മതി, ആ നരകത്തെ ഓർത്താൽ മതി, ആ നരകത്തെ പറ്റി ചിന്തിച്ചാൽ മതി. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചതുപോലെ നരകം വഖൂദുഹന്നാസു വൽ ഹിജാറ, സമ്പത്തും ശരീരവും നിങ്ങളുടെ സന്താനങ്ങളും സ്വന്തത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആവശ്യം നൽകിയിട്ട് ഖുർആൻ പ്രയോഗിച്ചു. ഇല്ലെങ്കിൽ നരകം നിങ്ങളെ കാത്തിരിക്കുന്നു. ആ നരകത്തിനുള്ള വിറക് മനുഷ്യരെ നിങ്ങളുടെ ശരീരമാണോ? നിങ്ങളുടെ ശരീരവും കരിങ്കല്ലുകളും നരകത്തിൻ്റെ വിറകാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യാത്രയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇത് സമയന വജബ, ഭീകരമായ ഒരു അട്ടഹാസത്തെ ഞങ്ങൾ കേട്ടു. സഹാബത്തിനോട് നബി ചോദിച്ചു, അത്തദ്റൂന മഹാദാ, ആ കേട്ട ശബ്ദം എന്താണെന്ന് തിരിച്ചറിഞ്ഞോ, അറിയണോ നിങ്ങൾക്ക്? അറിയില്ല എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹജർ, അതൊരു കല്ലാണ്, നരകത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി വീണു, 70 വർഷം സഞ്ചരിച്ചു, ഇപ്പോൾ അതിൻ്റെ അടിത്തട്ടിൽ പതിച്ചത് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. ഒരു കല്ല് നരകത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് 70 വർഷം അടിയിലേക്ക് സഞ്ചരിച്ചു എന്നാണ്. അത്ര ആഴുണ്ട് നരകത്തിന്. ആ നരകം ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര പെട്ടെന്ന് താഴേക്ക് പതിക്കും. അങ്ങനെയാണെങ്കിൽ 70 വർഷം ഒരു കല്ലിന് സഞ്ചരിക്കുവാനുള്ള ആഴമുള്ള സക്കൂമെന്ന വൃക്ഷമുള്ള അതിലെ ഫലം തിന്നാൽ ഉരുകിയ ലോകം കണക്കിയ ശരീരത്തിലെ അവയവങ്ങൾ തിളച്ചു മറിയുന്ന സക്കൂമെന്ന വൃക്ഷമുള്ള 490 കോടി മലക്കുകൾ, 70,000 കയറുകൾ, ഓരോ കയറുകളിലും 70,000 മലക്കുകൾ വീതം ചെങ്ങലകൾ, 490 കോടി മലക്കുകൾ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന നരകം നിന്നെ കാത്തിരിക്കുന്നു. ആ നരകത്തെപ്പറ്റി ചിന്തിച്ചാൽ സ്വാഭാവികമായും ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ, ഞാൻ നോമ്പനുഷ്ഠിച്ചില്ലെങ്കിൽ, ഞാൻ സൽക്കർമ്മം പ്രവർത്തിച്ചില്ലെങ്കിൽ, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ സൽസ്വഭാവിയുടെ ഉടമയായില്ലെങ്കിൽ, തൗഹീദിൻ്റെ വക്താവായില്ലെങ്കിൽ ആ നരക എന്നെ കാത്തിരിക്കുന്നത്. AC റൂമുണ്ടാവാം, ശക്തമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം, പലതും വാഹനത്തിന് സൗകര്യം ഉണ്ടാവും. പക്ഷേ നരകത്തിലൊന്നുമില്ലല്ലോ അല്ലേ? കുടിക്കുന്ന വെള്ളം, ചീഞ്ചലം, എന്തൊക്കെ അനുഭവങ്ങൾ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ചെറിയ ശിക്ഷ അബൂതാലിബിനാണെന്നാണ്. നരകത്തിലെ ചുട്ടുപഴുപ്പിച്ച ഒരു കല്ല് കാലിൻ്റെ അടിഭാഗത്ത്, തള്ളവിരലിൻ്റെ അടിഭാഗത്ത് വെക്കും, തലയോട്ടി വരെ, തലച്ചോറ് വരെ ഉരുകി ഒലിക്കും അബൂതാലിബിൻ്റെതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചെറിയ ശിക്ഷ വലുതെന്തായിരിക്കും? ആ നരകത്തെ പറ്റി ഓർത്താൽ സ്വാഭാവികമായും നന്മയിലൂടെ ജീവിക്കുള്ളൂ, സംസ്കരണമുള്ള ജീവിതം ആഗ്രഹിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വഴിയും മാർഗവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ വഴിയിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ നരകത്തെ പറ്റിയെങ്കിലും ഓർത്ത് നന്മയിലൂടെ മുന്നോട്ട് പോകാൻ ഇതൊരു പ്രതിജ്ഞയായി സ്വീകരിക്കുക. സ്വാഭാവികമായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തൗഹീദിൻ്റെ മാർഗത്തിലാണ് പരസ്പരം നമ്മൾ കണ്ടത്. ഈ സ്നേഹം മരണം വരെ ഉണ്ടാവണം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ തൗഹീദിൻ്റെ മാർഗത്തിൽ കേരളത്തിലെ 10,000-കണക്കിന് ജനലക്ഷക്കണക്കിന് ആളുകൾ ഖബറിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും, നേർച്ചകളും വഴിപാടുകളും അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് നൽകുന്നതിൽ നിന്നും രക്ഷപ്പെട്ട് തൗഹീദിൻ്റെ വഴിയിലേക്ക് വന്ന മഹത്തായ പ്രസ്ഥാനം പ്രബോധന വീതിയിൽ ഏറെ മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരായത്ത്, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുക. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 146 മുതൽ 148 വരെയുള്ള ആയത്ത് എന്നോടും നിങ്ങളോടുള്ളതാണ്. പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ദുർബലരായില്ല,
അവർ ബലഹീനരായില്ല. ബുദ്ധിമുട്ടും പ്രയാസവും വന്നപ്പോൾ വമസ്തക്കാനും ഒതുങ്ങിക്കൂടിയില്ല. ഹേയ് എന്താ ഇതിങ്ങനെ ഈ തൗഹീദിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെ പ്രയാസ എന്ന് പറഞ്ഞ് അവർ ഒതുങ്ങിക്കൂടിയിട്ടില്ല. അവരൊതുങ്ങിക്കൂടിയില്ല, അവരടങ്ങിയിരിട്ടില്ല. മറിച്ച് തൗഹീദിൻ്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോയപ്പോൾ അള്ള പ്രതിഫലം നൽകിയെന്ന ദുനിയാവിലും ആഖിറത്തിലും അടുത്ത 2 ആയത്തും സൂചിപ്പിക്കുന്ന അതാണ്. തൗഹീദിൻ്റെ മാർഗത്തിലുള്ള മുന്നോട്ടുള്ള പോക്കാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും പല രൂപത്തിലും വരും. പരീക്ഷണമില്ലാതെ സ്വർഗ്ഗമില്ല. ബിലാലിന് അനുഭവിച്ച പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ബിലാൽ അനുഭവിച്ച പ്രയാസം അറബിയുടെ മണ്ണിൽ ജീവിക്കുന്ന നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. അമ്മാർ അനുഭവിച്ച പ്രയാസം അനുഭവിച്ചിട്ടില്ലല്ലോ. അബ്ദുല്ലാഹിബ്നു ഉദാഫ് അനുഭവിച്ച പ്രയാസം അനുഭവിച്ചിട്ടില്ലല്ലോ. തൗഹീദിൻ്റെ മാർഗത്തിൽ മാനസികമായ അല്പം പ്രയാസങ്ങളൊക്കെ ഞാനുങ്ങളും സഹിക്കേണ്ടി വരും. സഹിക്കണത് തൗഹീദിൻ്റെ മാർഗത്തിലാണ്. സ്വർഗം കിട്ടണമെങ്കിൽ അല്പം ത്യാഗം അനിവാര്യ. മഹാനായ ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തു നിന്ന് ഏത് പദവിയിലിരിക്കെ വിട പറഞ്ഞു പോയ അഹമ്മദ് അലി മദനിയുടെ ഒരനുഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാചകങ്ങൾക്ക് വിട നൽകാം. കൂടുതലായി ആവശ്യപ്പെട്ട സമയം ദീർഘിപ്പിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിദേശത്തടക്കമുള്ള എൻ്റെ മുജാഹിദ് സുഹൃത്തുക്കളെ മുഴുവൻ കാണാനും കണ്ട് ഈ വാചകങ്ങൾ പറയേണ്ട സന്ദർഭമാണെന്ന് എനിക്ക് ഓർമ്മ വരികയാണ്. നോക്കുങ്ങൾ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാവി 10 കൊല്ലങ്ങൾക്കപ്പുറമില്ലാന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പലരും പരസ്പരം ചർച്ച ചെയ്ത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളും ഇല്ല. കേരളം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞു എന്നാണ് അങ്ങനെ തീരുമാനിച്ച സമയത്താണ് വെറും 20 ചില്ലാനം ദിവസങ്ങൾ കൊണ്ട് തൗഹീദിനെ സ്നേഹിക്കുന്ന യുവാക്കളുടെ മഹാസംഗമം സംസ്ഥാന യൂത്ത് മീറ്റ് എറണാകുളത്തിൻ്റെ കലൂരിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കൾ പോലും അത്ഭുതത്തോടുകൂടി കണ്ട 10,000-കണക്കിന് യുവാക്കളുടെ മഹാസംഗമം കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 27-28 തീയതികളിൽ അവസാനിച്ച സന്ദർഭം പല ജില്ലകളിലും അതിൻ്റെ ആവശ്യാർത്ഥം പോയപ്പോൾ അഹമ്മദ് അലി മദനിയുടെ അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് നൽകിയത്. എൻ്റെ ദമാമിലും പരിസര പ്രദേശങ്ങളും കോബാറിലും പരിസര പ്രദേശങ്ങളും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ ജോലി ആവശ്യാർത്ഥം നിൽക്കുന്നവരോട് എനിക്ക് അവസാനമായി നൽകാനുള്ള ഉപദേശം അതാണ്. ഞാനും അഹമ്മദ് അലി മദനിയും ജിന്നു വിഭാഗവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവസാനം കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിക്കല്ല ഒരു പ്രോഗ്രാം അവസാനിച്ച് തിരിച്ചു പോരുമ്പോൾ കോഴിക്കോട് സ്റ്റാൻഡിൽ അന്ന് ഞാനും അഹമ്മദ് അലി മദനിയും എത്തിയത് 82 വയസ്സുകാരൻ അഹമ്മദ് അലി മദനിയും ഈ ഉള്ളവൻ എത്തിയത് രാത്രി 11:45 സമയത്താണ്. അങ്ങനെ അഹമ്മദ് അലി മദനി ഈ ഉള്ളവനോട് ബസ് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മൗലവി നിങ്ങൾ കയറി. അവസാനം മൗലവി ദേഷ്യപ്പെട്ട് എന്നെ പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറ്റിയിരുത്തി മൗലവി ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അഹമ്മദ് അലി മദനി തിരിച്ചു വന്നിട്ട് എൻ്റെ അരികിലിരുന്നിട്ട് മൗലവി സർ എന്തിനാ ഞങ്ങൾ വന്നത് എന്ന് ഞാൻ ചോദിച്ചു. മൗലവി പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകത്തെ തൗഹീദിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നിങ്ങളുടെ കസേരകളിൽ നിന്ന് എണീറ്റ് നിങ്ങളുടെ ഫ്ലാറ്റുകളിലേക്ക് താമസ സ്ഥലത്തേക്ക് പോകണം എന്നുള്ളൊരു അപേക്ഷ അഹമ്മദ് അലി മദനി പറഞ്ഞ വാചകം. മോനെ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് 2ാമത്തെ കടിയാണ്, 2ാമത്തെ മുറിവാണ് ഏറ്റത്. ഈ മുറിവ് ഒരുപക്ഷെ പെട്ടെന്ന് ഉണങ്ങൂല. ഇനി ഉണങ്ങിയാലും മുറിവ് മാറിയാലും പഴയതുപോലെ രക്തമോടാനുള്ള സിരകൾ, ആ കുഴലുകൾ ശരിയാവണമെന്നില്ല, ഞരമ്പുകൾ ശരിയാവണമെന്നില്ല. എൻ്റെ മോൻ വഴിക്ക് വെച്ച് ഇതൊരിക്കലും ഉപേക്ഷിച്ചു പോകരുതെന്ന് പറഞ്ഞ് നിറഞ്ഞൊഴുകിയ തൻ്റെ കണ്ണുകളെ തോളിലെ തട്ടം കൊണ്ട് തുടച്ചിറങ്ങിപ്പോയ അഹമ്മദ് അലി മദനിയുടെ അവസാന യാത്രയായിരുന്നു ആദർശ പ്രബോധന വേദിയിൽ. പിന്നീട് മൗലവിയെ നിശ്ചലമാകാനിരിക്കുന്ന ശരീരത്തെ അവസാന അന്ത്യശ്വാസത്തിൽ കോട്ടക്കല ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ ഉള്ളവൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ വാചകം എന്തോ ഓർത്തെടുത്ത് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞത് കേരളത്തിലെ തൗഹീദിനെ സ്നേഹിക്കുന്ന വിവിധ സ്ഥലങ്ങളിലുള്ളവരെ ഓർമ്മപ്പെടുത്താനുള്ള അവസാന ഉപദേശമായി ഈ ഉള്ള ഒപ്പം മനസ്സിലാക്കാൻ അതും യൂത്ത് മീറ്റിൻ്റെ സമാപന വേദിയിൽ വെച്ചും ഈ ഉള്ള പ്രസംഗിച്ചിരുന്നു. ഇന്നലെ ദമ്മാമലും പറഞ്ഞു, ഇനി വരാനിരിക്കുന്നവരോടും എൻ്റെ ഒരു അഹമ്മദ് അലി മദനിയുടെ ഉപദേശം അവസാനം വരെയുള്ള ഉപദേശം. തൗഹീദിനെ സ്നേഹിക്കുന്നവരെ ഈ പ്രതിസന്ധിയിൽ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് തളരാതെ മുന്നോട്ട് പോകാൻ ഈ പ്രകാശത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ആരൊക്കെയോ നൽകിയ ഒരു പ്രകാശത്തെ ഏറ്റെടുത്തവരാണ് ഞാനും നിങ്ങളും. അതിനെ തകർക്കാൻ പരിശ്രമിക്കുന്നു പല രൂപത്തിലാണ്. എന്തിനു വേണ്ടിയെന്നറിയോ? ആർക്കും വേണ്ടിയല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രം. മഹാനായ അലവി മൗലവി മരിച്ചു കിടന്ന ഇടവണ്ണ പള്ളിയിൽ 1000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കരഞ്ഞത് മഹാനായ
AP അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു അവിടെ തേങ്ങിക്കരഞ്ഞത്. എന്തുകൊണ്ട് AP കരഞ്ഞു? അലി മൗലവിയുടെ കുടുംബത്തോടും അലി മൗലവിയുടെ മക്കളെക്കാളും അധികം AP എന്തുകൊണ്ട് ദുഃഖിച്ചു? AP ദുഃഖിച്ചത് തൗഹീദിൻ്റെ മാർഗത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നവരെ പ്രധാന പങ്ക് അലി മൗലവിക്കായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് AP കരഞ്ഞത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിശ്ചലമായി കിടക്കുന്ന ശരീരത്തിൻ്റെ മുമ്പിൽ വന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ്, നാദാ, ഈ കിടക്കുന്ന മയ്യത്തെ എന്നെ തൗഹീദിലേക്ക് കൊണ്ടുവന്നവനാ, ശിർക്കിന്ന് രക്ഷപ്പെടുത്തിയതാണ്. ഒരാൾ പറഞ്ഞാൽ അതിനേക്കാൾ വലുത് ആ നിറഞ്ഞ കണ്ണുകളോടെ റബ്ബിലേക്ക് ഉയരുന്ന കരങ്ങൾ, അതിനേക്കാൾ വലുത് ദുനിയാവിൽ വേറൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഖൈബറിലേക്ക് പോകുമ്പോൾ അലിനോട്, അലിയേ, ദുനിയാവ് മൊത്തം ലഭ്യത്തിനേക്കാൾ ഉത്തമം അതാണ് തൗഹീദിൻ്റെ മാർഗത്തിലെ ദഅവത്ത്. ഈ സെൻറ്ററും പരിസര പ്രദേശങ്ങളും നമ്മുടെ പരിചയത്തിലുള്ള മലയാളികൾക്കും തൗഹീദ് എത്തിക്കാൻ AP അബ്ദുൽ ഖാദർ മൗലവി മരിച്ചു കിടന്ന അദ്ദേഹത്തിൻ്റെ ജനാസ ഇടവണ്ണ ജാമിയ നദിയുടെ മുറ്റത്തൊരുമിച്ച് കൂടി 10,000 അവിടെ എത്തി. ആ 10,000 കൂട്ടത്തിൽ 90 ചില്ലാനം വയസ്സുള്ള വയോവൃദ്ധനായൊരു മനുഷ്യൻ, സഞ്ചരിക്കാൻ കഴിയാത്ത മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ അത്ര പ്രയാസപ്പെട്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ തേങ്ങിക്കറിയുന്ന മനസ്സ് പറഞ്ഞാൽ എന്താ അറിയോ? ഇദ്ദേഹമാണ് ശിർക്കിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. ഏയ്, എൻ്റെ ഇങ്ങളൊക്കെ ജനാസെ ഒന്നുകിൽ ഇവിടെ എവിടെയേതോ പള്ളിയിൽ അല്ലെ നാട്ടിലേതോ പള്ളിമുറ്റത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ കൊണ്ടുപോയി കിടക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ കെട്ടിനോടുത്ത് തൗഹീദിലേക്ക് വന്ന ഏതെങ്കിലും ഒരുത്തൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അതിനേക്കാൾ വലുത് വേറൊന്നും കിട്ടാനില്ല. നിരന്തരമായി ഇതിനെ പിറകോട്ട് വലിക്കണോല് 100 കണക്കിന് പലരും ഓരൊക്കെ തട്ടിമാറ്റി നന്മയിൽ മുന്നോട്ട് പോകാൻ തൗഹീദിൻ്റെ കിരണം ആ പ്രകാശം കെടുത്താൻ ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും സാധ്യമല്ല. അവരല്ല നിന്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും പല രൂപത്തിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തവർക്ക് കിട്ടി, അല്ല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിന്യത. വഴിക്കിനിയും വരും, പലർക്കും വരും. പല രൂപത്തിൽ തൗഹീദ് പൊളിക്കാൻ വേണ്ടി പരിശ്രമിച്ചവർ, ദീനാറുകൾ കൊണ്ടും ദിർഹമുകൾ കൊണ്ടും തൗഹീദി പ്രസ്ഥാനത്തെ വിലക്ക് വാങ്ങാൻ ശ്രമിച്ചവർ, അല്ല നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൗഹീദിനെ ഏറ്റെടുക്കുക, അല്ല സഹായിക്കും. മറ്റൊന്നുമില്ല, ഒരു ശക്തിയില്ല, സമ്പത്തുമില്ല, പക്ഷെ അല്ല സഹായിക്കും. ആ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാട്ടിലും നാട്ടുകാർക്കും കുടുംബത്തിനും അയൽപ്പക്കങ്ങളിലും നന്മയുടെ പ്രകാശം പകർന്നു കൊടുക്കാൻ ഒരു പ്രേരകമായി ഈ സംഗമങ്ങളും ഇത്തരത്തിലുള്ള ഖുർആൻ ക്ലാസ്സുകളും വരാനിരിക്കുന്ന കാര്യങ്ങളും എല്ലാം സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു നന്മയിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി വിട പറയാനുള്ള അവസരം നമ്മൾക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സനാഉല്ലാ മക്തി തങ്ങളാണല്ലോ നവോത്ഥാനത്തിൻ്റെ തിരുനാളം കത്തിച്ചു തന്നത്. ആ സനാഉല്ലാ മക്തി തങ്ങൾ നബി വിമർശനങ്ങൾക്കുള്ള മറുപടി എഴുതി അദ്ദേഹത്തിൻ്റെ നബി നാണയം എന്ന് പറയുന്ന പുസ്തകം, കഴിഞ്ഞ ISM കേരള ഇസ്ലാമിക് സെമിനാറിൻ്റെ സന്ദേശ പ്രമേയം, ആ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കാൻ പ്രസ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ പണം തികയണില്ല. അദ്ദേഹം പണക്കാരോട് ചോദിച്ചു, കൊച്ചിയിലെ പലരും അദ്ദേഹത്തെ ആട്ടിവിട്ടു എന്നാണ്, അദ്ദേഹത്തെ ചൂലുകൊണ്ട് ആട്ടിവിട്ടു എന്നാണ്, അദ്ദേഹത്തെ അടിച്ചാട്ടി വിട്ടു എന്നാണ്, ചീത്ത പറഞ്ഞു വിട്ടു എന്നാണ്. അവിടുന്ന് അദ്ദേഹം ഇറങ്ങി മുക്കുവന്മാരോട് പോയി കാലണയും മരണയും വാങ്ങി, ചുമട്ടു തൊഴിലാളികളിൽ നിന്നും കാലണയും മരണയും വാങ്ങി. സനാഉല്ലാ മക്തി തങ്ങൾ ആ പണക്കിഴിയായിട്ട് പ്രസ്സിലെത്തിയെന്ന എണ്ണി നോക്കുമ്പോൾ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള പൈസ തികയണില്ല. അവസാനം സനാഉല്ലാ മക്തി തങ്ങൾ പ്രസ്സിൻ്റെ ഉടമയെ പിടിച്ച് തൻ്റെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് ഭാര്യയെയും കുട്ടിയെയും വിളിച്ചിറക്കിയിട്ട് ഈ വീട് നിങ്ങൾ എടുത്തോളി, എനിക്ക് ആ പുസ്തകം ഒന്ന് കിട്ടണം പ്രസിദ്ധീകരിച്ച് എന്ന് പറഞ്ഞു. അങ്ങനെ വീട് വിറ്റ് പുസ്തകം പ്രസിദ്ധീകരിച്ച് പ്രവാചക വിമർശനങ്ങൾക്ക് മറുപടി എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ച സനാഉല്ലാ മക്തി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെ കൂട്ടത്തിൽ നമ്മൾ സനാഉല്ലാ മക്തി തങ്ങൾ അന്ന് രാത്രി വൃക്ഷച്ചുവട്ടിലാണ് താമസിച്ചതെന്നാണ്. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ശക്തമായ മഴ പെയ്തു എന്നാണ്. ശക്തമായ മഴയത്ത് മഴ കൊണ്ട് തണുത്തു വിറച്ച തൻ്റെ പിഞ്ചു കുഞ്ഞ് വാവിട്ട് കരഞ്ഞപ്പോൾ ആ കുഞ്ഞിനെയും പ്രിയതമയെയും ചേർത്ത് പിടിച്ച സനാഉല്ലാ മക്തി തങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. തൗഹീദിനെ സംരക്ഷിക്കാൻ, സുന്നത്തിനെ സംരക്ഷിക്കാൻ, നവോത്ഥാനത്തിൻ്റെ കിരണം മറ്റുള്ളവർക്ക് കൈമാറാം. 2ാം തലമുറയിലെ സനാഉല്ലാ മക്തി തങ്ങൾ ആരാന്നാ നാട് ചോദിക്കുന്നത്, സമയം ചോദിക്കുന്നത്, കാലം ചോദിക്കുന്നത്. ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായ അഭിപ്രായത്തിന് ആവശ്യമല്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണം ഉണ്ടാവണം, നിങ്ങൾ അത് ഏറ്റെടുക്കണം എന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തി
കൂടുതലായിട്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കളെ ഇതുമായി സഹകരിക്കാൻ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അതും അറിയിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾക്ക് ഇവിടെ നൽകുകയാണ്. ഏതെങ്കിലും വാചകങ്ങൾ ഈ വിധത്തിൽ ഏതെങ്കിലും ഒരു നന്മ ആഡ് ചെയ്യാൻ പ്രേരകമായെങ്കിൽ സ്വന്തം കുടുംബത്തിലും ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം നന്മയിലൂടെ മുന്നോട്ട് പോകാനുള്ള വഴിയായി അതിനെ സ്വീകരിക്കണമെന്ന് മാത്രം പറഞ്ഞ് എൻ്റെ വാചകങ്ങൾക്ക് ഞാൻ വിട നൽകുകയാണ്. ഒരുപക്ഷെ അടുത്തൊരു കണ്ടുമുട്ടൽ ഉണ്ടായാലും ഇല്ലെങ്കിലും, കാരണം മരണം എപ്പോഴും വരുമല്ലോ. ഇപ്പം സുഹൃത്തിൻ്റെ മരണം പോലെ പലരുടെയും മരണം പോലെ അടുത്ത കണ്ടുമുട്ടലിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്നൊന്നും അറിയില്ലല്ലോ. ആ കണ്ടുമുട്ടിയാലും ഇല്ലെങ്കിലും ഇത് നന്മയാണ്. നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് കൊള്ളാം. സ്വർഗ്ഗക്കാരായ ആളുകൾ 120 സ്വഫുകളിലാണെന്ന. സ്വർഗ്ഗക്കാരായ ആളുകൾ സ്വർഗത്തിൽ 120 സ്വഫുകളാണെന്ന. അതിലെ 2 ഭാഗം 80 സ്വഫ് മുഹമ്മദ് നബിയുടെയും അനുയായികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. 80 സ്വഫുകൾ നോക്കുങ്ങൾ. അൽ ഖോബാർ ഇസ്ലാമിക് സെൻറ്ററിൽ ഒരുമിച്ചിരുന്ന് തൊട്ടടുത്ത് ചുമലുകൾ ചേർന്ന് കൈകൾ ചേർത്ത് വെച്ചും കണ്ട് ചേർത്തിരുന്നത് പോലെ സ്വർഗത്തിലെ ആ 80 സ്വപ്പുകളിൽ എവിടെയോ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടാകണം. തൗഹീദോടുകൂടി വിട പറഞ്ഞു പോകണം. അതിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നന്മയുടെ മാർഗത്തിൽ പരസ്പരം നന്മകൾ പകർന്നു കൊടുത്ത് മുന്നോട്ട് പോവുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.